എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ. എന്തൊക്കെയുണ്ട്? ചൂടൊക്കെ എങ്ങനെ പോകുന്നു? നീ ബ്ലാക്ക് ആയിട്ട് നിനക്ക് ചൂടുണ്ടോടി? ചൂടുണ്ടോടി? ഡിക്കി തുറന്നിരുന്ന് ചൊറിയാൻ വേണ്ടിയിട്ട് ചൊറിഞ്ഞിരും. ഇവിടെ ഇവിടെ കൈ വെച്ച് കഴിഞ്ഞാൽ അപ്പം ഡിക്കി താത്ത് നീ കൈ വെച്ച് കഴിഞ്ഞാൽ അപ്പം ഡിക്കി ഓപ്പൺ ആക്കും. ഓക്കെ, ഓപ്പൺ. ഓക്കെ ഗൈസ്, അപ്പം ഇന്ന് സൺഡേ ആണ്. ഇന്ന് സൺഡേ ആയിട്ട് നമ്മൾ ഇന്ന് എത്ര രൂപ ഏണിങ്സ് ഉണ്ടാക്കുന്നു എന്ന് നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് സർജ് ഡീറ്റെയിൽസ്, അതിഗംഭീരമായിട്ട് സർജ് ഡീറ്റെയിൽസ് ഉണ്ട്. കാരണം ഉച്ചയ്ക്ക് 12 മണി തൊട്ട് 3 മണി വരെ 90 രൂപ എങ്ങാണ്ടാണ് നമുക്കിന്ന് സർജ് ഡീറ്റെയിൽസ് അവൈലബിലിറ്റി ഉള്ളത്. അതുപോലെ തന്നെ രാവിലെ ഉണ്ടായിരുന്ന ആ സമയം 75 രൂപ, അത് കഴിഞ്ഞ് 3 മണിക്ക് ശേഷം 75 രൂപ, പിന്നെ ഉള്ളത് രാത്രി 7 മണി തൊട്ട് പുലർച്ചെ വരെയോ 9 മണി വരെ എങ്ങാണ്ട് ഈ പറഞ്ഞ പോലെ 85 രൂപ സർജല്ല, ഫ്ലാറ്റ് പേ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഇന്ന് പോയിട്ട് എത്ര രൂപ ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നോക്കാം. അതുപോലെ തന്നെ 1000 ആണ് എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്, 1000 പ്രോഫിറ്റ്. അപ്പം അത് കൂടുതൽ നിൽക്കോ ഇല്ലയോ എന്ന് നോക്കാം. അങ്ങനെ ഇന്ന് ഞായറാഴ്ച ദിവസത്തെ നമ്മുടെ ആദ്യത്തെ ഓർഡർ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അംബിക റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത്. 75 രൂപയാണ് നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഓർഡറിന് എമൗണ്ട് എന്ന് പറയുന്നത്. സോ ആദ്യത്തെ ഓർഡർ എടുക്കാൻ വേണ്ടി നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. ഓർഡർ അവിടെ ഏതോ റെഡി ആയി കിടക്കുന്നത് കാണുന്നുണ്ട്. നമ്മളതായിരിക്കണേ, ഈ ചൂടത്ത് അങ്ങനെ പോസ്റ്റഡി കിട്ടാതിരിക്കുന്നതാണ് നല്ലത്. എൻ്റെ അമ്മ എന്ത് ചൂട് ഓരോ ദിവസം കഴിയുമ്പോഴും. ഓർഡർ റെഡി ആയിട്ടില്ല. 2 പുട്ട്, ഒരു ചിന്നമുട്ട, പപ്പൻസ് മുളകിട്ടത്. എന്നോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് ഈ ഗ്ലൗവും സൺസ്ക്രീൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്ന ഈ വെയിലത്ത് എന്നുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതും കൂടെ ഇട്ടിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഒന്നായിട്ട് കത്തിപ്പോ. ഇപ്പൊ തന്നെ നമുക്ക് പല ന്യൂസുകളും കേൾക്കുന്നുണ്ടല്ലോ, സൂര്യാഘാതം ഏറ്റു പൊള്ളി, അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ. നമ്മളിങ്ങനെ ബൈക്ക് പിടിക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും മറച്ചിട്ടില്ലെങ്കിൽ ഒന്നാമത് നമ്മുടെ സ്കിന്ന് മൊത്തം ടാൻ അടിച്ച് പണ്ടാറടക്കും. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കണമല്ലേ, പൊള്ളിപ്പോ. പിന്നെ നമ്മുടെ ഈ ഷർട്ടിനുള്ളിൽ അല്ലെങ്കിൽ ഈ ജാക്കറ്റിനുള്ളിലെ ചൂട് എന്ന് പറയുന്നത് അത്ര വലിയ ചൂടൊന്നുമില്ല. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ, എയർ വെന്റിലേഷൻ ഉള്ളതാണ്. ഇപ്പോൾ ഇതിൽ കൂടെ നമുക്ക് കാറ്റ് കിടക്കും. അപ്പൊ പിന്നെ വലിയ ചൂട് ഉള്ളിലേക്ക് അറിയില്ല. പിന്നെ നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ ഇങ്ങനെ കാറ്റടിക്കുമല്ലോ, അതൊക്കെ നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് പണിക്ക് ഇറങ്ങിയിട്ട് തിരിച്ച് പണി കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോൾ ആളെ തിരിച്ചറിയാണ്ടായി പോകും. അമ്മാരി കറുത്ത് കരിമുട്ടി മാരിയായി പോകും. നമ്മൾ വന്നപ്പോൾ അവിടെ ഫുഡ് ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ, അത് നമ്മുടെ ഫുഡ് തന്നെയായിരുന്നു. ഇവന്മാർ റെഡി അടിക്കാത്തത് കൊണ്ടായിരുന്നു പ്രശ്നം. ഒരു 10-15 മിനിറ്റ് ഇവിടെ പോസ്റ്റ് ആയല്ലോ ദൈവമേ. ഈ വിഷയം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പവർ ബാങ്ക് ഇല്ലല്ലോ. അപ്പൊ പോസ്റ്റഡ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടെങ്കിൽ ഇരുന്നു, ഫോണിലെ ചാർജും തീരും. ഇന്നലെയൊക്കെ അത്യാവശ്യം എനിക്ക് നല്ല ഓർഡർ ഉണ്ടായിരുന്നു. അതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിലെ ചാർജ് അങ്ങനെ പെട്ടെന്ന് തീർന്നില്ല. കാരണം ഈ പോസ്റ്റഡ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോവുകയും അവിടെ നിന്ന് ഇങ്ങനെ ഓരോ റീൽസ് കണ്ട് ഇതാണെങ്കിൽ ഇങ്ങനെ തോണ്ടുന്നത് നിർത്താനും പറ്റില്ലല്ലോ, ഇങ്ങനെ ശീലമായി പോയി. ഓക്കെ ഗൈസ്, അങ്ങനെ ഫസ്റ്റ് ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് മിംസ് ഹോസ്പിറ്റലിലെ ലേഡീസ് ഹോസ്റ്റലിലേക്കാണ്. അനെക്സ് 5ലേക്കാണ് നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത്. സോ കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് പുട്ട്, ചിന്നമുട്ട, വേറെ എന്തോ ഒരു ഐറ്റം കൂടെ ഉണ്ട്, ഓർമ്മയില്ല ഗൈസ്. അപ്പൊ ഗോ ടു കസ്റ്റമർ ലൊക്കേഷൻ. ഹാട്ടിലൊട്ടിയ ജെല്ലല്ലേ, റോസ് വാട്ടർ സ്മെല്ലല്ലേ, ലേഡീസ് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ ഇതേപോലത്തെ റൊമാൻറ്റിക് സോങ്സ് പാടിയിട്ട് പോകണം എന്നാണ് പണ്ട് SI പീതാംബരൻ സാറ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളങ്ങനെ അനെക്സ് 5ലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആസ്റ്റർ അനെക്സ് 5 അല്ല 1 ആണ്. സോ ഇത് ലേഡീസ് ഹോസ്റ്റൽ അല്ല, ബോയ്സ് ഹോസ്റ്റലാണ്. അല്ലേ, ലേഡീസ് ഹോസ്റ്റൽ തന്നെയാണോ? ലേഡീസ് ഹോസ്റ്റലിൽ ഇത്രയും ബൈക്കു? പാർവതിയാണോ? ഓക്കെ. അങ്ങനെ ആദ്യത്തെ ഓർഡർ നമ്മൾ സക്സസ്ഫുള്ളി ഡെലിവറി ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി അടുത്ത ഓർഡർ എപ്പോൾ കിട്ടുമെന്ന്. രണ്ടാമത്തെ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറ്റിച്ചിറ ബിരിയാണി സെന്ററിൽ നിന്നും. നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെയാണ് റെസ്റ്റോറന്റ്. സോ നമുക്ക് ഇവിടുന്ന് തന്നെ റീച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഡ്രോപ്പ് ലൊക്കേഷൻ ഓൾമോസ്റ്റ് 5 കിലോമീറ്റർ ഉണ്ട്. ചിക്കൻ ദം ബിരിയാണി ഫുള്ള് 650 ഗ്രാം. നമുക്ക് നൈസ് ആയിട്ട് എന്തായാലും കുറ്റിച്ചിറ ബിരിയാണി സെന്ററിലോട്ട് പോവാം. ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് റോഡ് കുറച്ച് കാലിയുണ്ട്, പക്ഷെ അത്യാവശ്യത്തിന് വണ്ടി തിരക്കുകളും കാര്യങ്ങളും അതും ഉണ്ട്. എന്താണ് പരിപാടി? ഇറങ്ങുന്നില്ലെന്ന്? ഇത് കാസോൺ എന്ന് പറഞ്ഞിട്ട് ഈ ഓപ്പറോ അല്ലേ എടുക്കുന്നത്? ഇത് ഇത്ര 10,000 ചെറുത്. ഇത് സൗണ്ട് എത്ര ക്ലാരിറ്റി ഇല്ല. എന്നിട്ട് ഞാൻ എഡിറ്റിംഗിൽ കൂട്ടി ചെയ്യാ. സൊമാറ്റോക്ക് ഇപ്പൊ ഫ്ലാറ്റ് പേ തുടങ്ങി. മറ്റെന്നിപ്പോ 90 രൂപ കണ്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമുക്കിവിടെ പോസ്റ്റ് കിട്ടി. എന്നാലും ഫുഡ് റെഡി ആയി. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് പാലാഴി ഭാഗത്തേക്കാണ്. 5 കിലോമീറ്റർ നമുക്ക് റൈഡ് ചെയ്യാനുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് ബീഫ് ദം ബിരിയാണിയാണ് സുഹൃത്തുക്കളെ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് സ്വിഗ്ഗിക്ക് നമുക്ക് ഫ്ലാറ്റ് പേ ആയിട്ട് 40 രൂപയാണ് അവർ സർജിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏകദേശം എന്തായാലും 60 രൂപയായിരിക്കും ഒരു ഓർഡറിന് അവർക്ക് കിട്ടുന്നത്. സെയിം നമുക്ക് ഇവിടെ സൊമാറ്റോയിൽ 90 രൂപയായിരിക്കും 12 മണി തൊട്ട് കിട്ടുന്നത്. ഇപ്പൊ സൊമാറ്റോ പറയുന്നുണ്ടാവും, സന്തോഷിച്ചോ 2 ദിവസം കൂടെ നിനക്ക് ഞാൻ ഫ്ലാറ്റ് പേ തരുള്ളൂ, അത്
കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഞാൻ നോർമൽ ഡെലിവറി ചാർജ് ആയിരിക്കും തരുന്നതെന്നാണ് സൊമാറ്റോ പറയുന്നത്. അപ്പൊ ഞാൻ തിരിച്ചു പറയും കുഴപ്പമില്ല, അപ്പൊ ഞാൻ സൊമാറ്റോ അങ്ങ് വിടും, എന്നിട്ട് സ്വിഗ്ഗിയിൽ അങ്ങ് പോകും. അപ്പൊ എങ്ങനെയുണ്ട്? എന്റെ അടുത്ത് അവന്മാരെ കളി. നിയർ പെട്രോൾ പമ്പ് പാലാഴി പെട്രോൾ പമ്പിന്റെ അടുത്താണ് നമുക്ക് കസ്റ്റമർ ലൊക്കേഷൻ കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ ഏകദേശം എത്തിയിരിക്കുകയാണ്. പെട്രോൾ പമ്പിന്റെ അടുത്തായതുകൊണ്ട് നമുക്ക് ഇവിടെ പെട്രോൾ അടിക്കാല. ഈ സൊമാറ്റോ കസ്റ്റമർ വിളിക്കുന്ന സമയത്ത് ഇടയ്ക്ക് കോള് പോകുന്നില്ല. ഞാനിവിടെ പെട്രോൾ പമ്പിന്റെ ഫ്രണ്ടിലുണ്ട്. ആ റോഡ് വന്നിട്ട് ഓക്കെ. ഇനി നേരെ പോയി നമുക്ക് പെട്രോൾ അടിക്കാം. ഇന്നിപ്പോ എത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കണം? ഒരു 120-130 കിലോമീറ്റർ ആയിരിക്കും മേ ബി ഇന്ന് ഓടുക. അപ്പൊ നമുക്കൊരു 200 രൂപയ്ക്ക് അടിച്ചു വെക്കാം അല്ലേ? എന്നിട്ട് ബാക്കി ആവശ്യം ഉണ്ടെങ്കിൽ അടിച്ചാൽ പോരെ. 200. വാവ്, അടിപൊളി. 78 രൂപയുടെ ഓർഡർ നമുക്ക് 11.58. എന്റെ മോനെ, അത് ലോങ് ഓർഡർ എന്നെ ഇട്ട് തന്നിട്ടുണ്ട്. എടാ സൊമാറ്റോക്ക് ഇതേമാരത്തെ പരിപാടി ഉണ്ടല്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. 11.58 ഒരു 2 മിനിറ്റ് കൂടെ ലേറ്റ് ആക്കിപ്പിച്ച് ഇവർക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ 12 മണി ആയനെ. അപ്പൊ ഇവരെനിക്ക് 90 രൂപ നമുക്ക് ഫ്ലാറ്റ് പേ തരേണ്ടി വന്നേനെ. അതുകൊണ്ട് 2 മിനിറ്റ് ബാക്കൗട്ട് ഇട്ടിട്ട് ഇവരങ്ങ് 78 അങ്ങ് ഉറപ്പിച്ചു. എന്നാലും വേണ്ടിയില്ല, 10 രൂപയല്ലേ നമുക്ക് നഷ്ടമുള്ളൂ. ഇതില് നമുക്ക് ഡ്രോപ്പ് ലൊക്കേഷൻ വരുന്നത് 8 കിലോമീറ്റർ ആണ് സുഹൃത്തുക്കളെ. ഇപ്പൊ നമുക്ക് എന്തായാലും ലോങ് ഓർഡർ മാത്രമായിരിക്കും ഇവർ ഇട്ട് തരിക. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഓർഡറും എടുക്കാനുള്ളത് കുറ്റിച്ചിറ ബിരിയാണി സെന്റർ തന്നെയാണ്. സോ ഗോയിങ് ടു ദ കുറ്റിച്ചിറ ബിരിയാണി സെന്റർ. ഭാഗ്യത്തിന് നമുക്ക് ഓർഡർ റെഡി ആയിട്ടുണ്ട്. സോ കുറ്റിച്ചിറ ബിരിയാണി സെന്റർ ചിക്കൻ ദം ബിരിയാണി ഫുള്ള് 650 ഗ്രാം. അടിപൊളി. ഇത് നടുവട്ടം ഭാഗത്തേക്കാണല്ലോ ഓർഡർ കിട്ടിയത്. എനിക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലമാണ് ഈ പറഞ്ഞ നടുവട്ടം, അരക്കിണർ, വട്ടക്കിണർ എന്നൊക്കെ പറഞ്ഞ സ്ഥലം. കോഴിക്കോട് എനിക്ക് ആ ഭാഗത്ത് നിൽക്കാനേ താല്പര്യമില്ല. അങ്ങോട്ട് തന്നെ നമുക്ക് ഓർഡറും കിട്ടിയിട്ടുണ്ട്. എന്തായാലും വേണ്ടില്ല, നമുക്ക് എന്തായാലും ഇത് വേഗം കൊണ്ടു കൊടുക്കണം. കാരണം 12 to 3 എന്ന് പറയുന്ന സമയം പീക്ക് ടൈമാണ്. 90 രൂപയാണ് ഒരു ഓർഡർ നമുക്ക് കിട്ടുന്നത്. സോ ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലോണം പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇന്നിപ്പോ സൺഡേ ആയതുകൊണ്ട് ഒരുപാട് മെസ് ഹൗസുകളൊക്കെ ഓഫ് ആയിരിക്കും. അതായത് ഈ ചോറ് കൊടുക്കുന്ന അംബിക മെസ്, വനിതാ മെസ് ഹൗസ് എന്നൊക്കെ പറയുന്ന മെസ്സുകൾ മൊത്തത്തിൽ ഇന്ന് ലീവ് ആയിരിക്കും. എനിക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് 5 കിലോമീറ്റർ ഉള്ളത് 10 കിലോമീറ്ററിന് അടുത്ത് ഓടാനുള്ളത് പോലെ ആയിട്ട് എനിക്ക് തോന്നി ഗൈസ്. മാജിക് വേൾഡ്, അതേതാ മാജിക് വേൾഡ്? വീട്ടുപേരാണോ മാജിക് വേൾഡ്? ഓക്കെ ശരി. ഇനിയിപ്പോ നമ്മൾ സോണിലെടുത്തി അടുത്തൊരു ഓർഡർ കിട്ടുമ്പോഴത്തേക്ക് മേ ബി 12:45 ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് 3/4 മണിക്കൂർ എന്തായി കിട്ടി? ആ സർജ് അങ്ങ് പോയി കിട്ടി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11:50 ഓർഡർ അടിഞ്ഞിട്ടില്ലെങ്കിൽ 11:50 ഡ്യൂട്ടി അങ്ങ് ഓഫ് ആക്കുക, എന്നിട്ട് 12 മണിക്ക് ഡ്യൂട്ടി ഓൺ ആക്കിയാൽ ശരിക്കും അങ്ങനെ നല്ലത്. ആശിച്ച് മോഹിച്ച് കുറെ നേരമായി ഞാനൊരു കരിമ്പ് ജ്യൂസ് കുടിക്കാനായിട്ട് തപ്പിക്കൊണ്ടിരിക്കുന്നു. സ്ഥിരമായിട്ട് കിട്ടുന്ന കുറെ ജ്യൂസ് കടകൾ ഉണ്ടല്ലോ, അതായത് ഈ ബംഗാളികളൊക്കെ നിൽക്കുന്ന കുറെ സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് ലീവാണ്. തന്നെയല്ല, ഇന്ന് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ വനിതാ മെസ് ഹൗസ്, അല്ലാത്ത മെസ് ഹൗസ്, ഇതൊക്കെ ലീവാണ്. പക്ഷേ ആൾക്കാർ ഇങ്ങനെ ലീവ് എടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ വെള്ളം കിട്ടാണ്ട് ചത്തുപോലൂടെ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഈ കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ ഞാൻ കോന്നാട് ബീച്ചിൽ പോയ സമയത്ത് അവിടെ 2 കപ്പിൾസ് മാത്രമല്ല, ഒരു കുറച്ച് അങ്ങോട്ട് കുറെ കപ്പിൾസ് ഇതേമാതിരി തന്നെ കൊടേന്റെ അടിയിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് അവരവരുടേതായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവെക്കുന്നതാണ് സംഭവം. പക്ഷെ എന്നാലും ഞാൻ ആലോചിക്കട്ടെ, ഈ 40 ഡിഗ്രി സെൽഷ്യസിലൊക്കെ ഇവര് കൊടക്കയിൽ എങ്ങനെ നിൽക്കുന്നു? ഇവിടെ അതുകൊണ്ട് ഹണി ബോൾ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്, പക്ഷെ അത് നമുക്ക് വേണ്ട. എനിക്ക് അത്ര അങ്ങോട്ട് ലൈക്ക് അല്ല. ഓർഡർ അടിഞ്ഞല്ല. എന്റെ അമ്മ, 150 രൂപയുടെ ഓർഡറോ കുറ്റിച്ചിറ ബിരിയാണി സെന്ററിൽ നിന്നും അതുപോലെ തന്നെ കോപ്പർ കിച്ചണിൽ നിന്നും. ഭാഗ്യം നമുക്ക് മൊത്തത്തിൽ 2 ഓർഡറും കൂടെ ഓടാനുള്ളത് 7 കിലോമീറ്റർ മാത്രമാണ്. സോ 180 റുപ്പീസിന് 2 ഓർഡർ നമുക്ക് ബാച്ച് ഓർഡർ ആയിട്ട് ഇപ്പൊ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ ഗോയിങ് ടു ദേ കിടക്കണ കരിമ്പ് ജ്യൂസ്. ഇത് മറ്റേ ന്യൂജൻ മെഷീനാണ് കേട്ടോ, ആധുനിക കരിമ്പ് ജ്യൂസ് മെഷീൻ. ഈ സാധനം ഇത് പെട്രോളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദിവസം മൊത്തം ഓടിപ്പിക്കുക എത്ര ലിറ്റർ പെട്രോൾ വേണ്ടി വരും? 1.5 ലിറ്റർ മതിയാവും. നല്ല ഐസ് ഇട്ടൊരു ജ്യൂസ് വേഗം തരുമോ? ഓക്കെ. എത്ര? 25? ഞാൻ ഇതുപോലത്തെ വല്ല ബിസിനസ് വല്ലതും തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. ഈ കരിമ്പ് ജ്യൂസൊക്കെ ഇപ്പൊ ഈ ഒരു സമയം കൊണ്ട്, ഞാൻ അവിടെ നിന്ന് കുടിച്ച ഈ ഒരു സമയം കൊണ്ട് തന്നെ അവനിപ്പോ ഒരു 125-150 രൂപയുടെ കച്ചവടം കിട്ടി. ഇതേപോലെ തന്നെ അവനിപ്പോ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും ബീച്ചിലൊക്കെ ആൾക്കാർ വരും. അപ്പൊ ആൾക്കാരൊക്കെ വാങ്ങി കുടിക്കും. രാത്രിയൊക്കെ നല്ല തിരക്കുണ്ടാവും. ഇനിയിപ്പോ നമുക്കിന്ന് മിംസിന്റെ അവിടെ നിന്നും ഇവിടെ നിന്നും കുറ്റിച്ചിറ മാത്രമേ ഓർഡർ ഉള്ളൂ തോന്നുന്നു. 2 ബ്രാഞ്ചിൽ നിന്നും ദുരിതുര ഓർഡർ.
19:45. ആ ജ്യൂസ് കുടിച്ചപ്പോ സത്യം പറഞ്ഞ ഉള്ളിലൊരു തണുപ്പുണ്ട് കേട്ടോ. അങ്ങനെ ബാച്ച് ഓർഡറിലെ ആദ്യത്തെ റെസ്റ്റോറന്റിൽ നിന്ന് നമ്മൾ ഫുഡ് പിക്കപ്പ് ചെയ്തിരിക്കുകയാണ്. അടുത്തെന്ന് പറയുന്നത് കോപ്പർ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റിലേക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ റെസ്റ്റോറന്റിലേക്ക് പോകുന്നത്, അതുകൊണ്ട് എവിടാന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും പോയി നോക്കാം. അതേ കിടക്കുന്നു നമ്മുടെ കോപ്പർ കിച്ചൺ. ഞാൻ ആദ്യമായിട്ടാണ് ഈ റെസ്റ്റോറന്റിലേക്ക് വരുന്നത്. ഇങ്ങനെയൊക്കെ റെസ്റ്റോറന്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പുതിയത് വന്നതെന്ന് തോന്നുന്നല്ലേ. യെസ്, ഓർഡർ റെഡിയാണ് സുഹൃത്തുക്കളെ. ഓ ഗോഡ്, 6924. എന്റെ അമ്മോ, യജാതി കിടിലൻ ആംബിയൻസ് ഉള്ളിൽ കൊട്ടാരത്ത് കയറിയ പോലെ ഉണ്ട്. ഈ ഓർഡർ നമുക്ക് കസ്റ്റം ക്വാർട്ടേഴ്സിലേക്കാണ് കിട്ടിയിരിക്കുന്നത്. ക്വാർട്ടേഴ്സ് നമ്പർ 29, 29ലേക്ക്. അക്ഷയല്ലേ? ഓക്കെ, ശരി. ഓക്കെ ഗൈസ്, അങ്ങനെ അടുത്ത കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവാം. അടുത്ത കസ്റ്റമർ ലൊക്കേഷൻ ഇക്ര ഹോസ്പിറ്റലിലേക്കാണ്. നമ്മളങ്ങനെ ഇക്ര ഹോസ്പിറ്റലിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് നൈസ് ആയിട്ടൊന്ന് വിളിച്ചു നോക്കാം. പുതിയ ബിൽഡിംഗ് ഒക്കെ വന്നല്ലോ. ME മീരൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ആൻഡ് ലിവർ സെന്റർ. ഞാനിവിടെ ഹോസ്പിറ്റലിൽ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഹോസ്പിറ്റലിലേക്കാണോ? ശേഖർ പുത്തന്റെ ഓപ്പോസിറ്റ് അഡ്മിൻ ബ്ലോക്ക് അറിയോ? അതിന്റെ തൊട്ട് ബാക്ക് അഡ്മിൻ ബ്ലോക്കിന്റെ താഴത്തെ ഇറങ്ങിയിട്ട് തൊട്ട് ബാക്ക് വന്നാൽ മതി. ഞാൻ മുകളിൽ ഉണ്ടാവും. ഇതാണോ ഒരു കാറ് മൂടിട്ടേക്കുന്ന വീടാണോ? അല്ല, ഇപ്പുറത്ത്. ഓക്കെ, അവിടെ. ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ പൊന്നളിയ, ഒന്നും പറയണ്ട. ഇന്ന് നമ്മൾ 16 ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. ഈ സമയം ആയപ്പോഴത്തേക്കും സാധാരണ ദിവസത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് വളരെ നേരത്തെയാണ്. കാരണം സമയം ഇപ്പൊ 4 മണി ആവുന്നതേ ഉള്ളൂ. ഈ 4 മണി ആവുമ്പോഴത്തേക്കും നമ്മൾ 16 ഓർഡറൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസം ഇറങ്ങിയാൽ ഏറ്റവും നേരത്തെയാണ്. തന്നെയല്ല, ഇന്ന് ഓർഡർ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഏകദേശം 90% മന്തി, ബിരിയാണി, ഈ 2 സാധനങ്ങൾ മാത്രമേ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഇത് ഇപ്പൊ കിട്ടിയ ഓർഡറും അമാനി കുഴിമന്തിയിൽ നിന്നാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ കുറ്റിച്ചിറ ബിരിയാണി സെന്ററിൽ ഓർഡർ എടുക്കാൻ പോയിട്ടാണല്ലോ നമ്മൾ ഉച്ചയ്ക്ക് മുന്നേ വീഡിയോ നിർത്തിയത്. ആ സമയം തൊട്ട് 3 ഫ്രാഞ്ചൈസികളിൽ നിന്നും ദുരുദുരാന്നും പറഞ്ഞ കുറ്റിച്ചിറയിൽ നിന്ന് ഓർഡർ ആയിരുന്നു. അതായത് ജാഫർ ഖാൻ കോളനി റോഡിലുള്ള കുറ്റിച്ചിറയിൽ നിന്ന് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നു. മിംസിന്റെ ഭാഗത്തുള്ള കുറ്റിച്ചിറയിൽ നിന്ന്, അതേപോലെ തന്നെ ബീച്ചിന്റെ ഭാഗത്തുള്ള കുറ്റിച്ചിറയിൽ നിന്ന്, എല്ലാ കുറ്റിച്ചിറയിൽ നിന്നും ഇങ്ങനെ ബിരിയാണികൾ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, നമ്മളിപ്പോ അമാനി കുഴിമന്തിയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ നമുക്ക് ഓർഡർ റെഡി ആയിട്ടില്ല. ചിക്കൻ മന്തി തന്നെയാണ് ഇതും എടുക്കാനുള്ളത്, ഒരു ക്വാർട്ടർ മന്തി. അതുപോലെ തന്നെ നമ്മളിപ്പോ ഏകദേശം ഉണ്ടല്ലോ, ഇതും കൂടെ അടക്കം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 17 ഓർഡർ കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് ഏണിങ്സ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഗൈസ്. ഞാനിപ്പോ ഇതും കൂടെ എടുത്തിട്ട് നേരെ വീട്ടിൽ പോയാലോ എന്ന് ആലോചിക്കുകയാണ്. വയ്യ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്ന് കിലോമീറ്ററും കുറവാണ്, അതുപോലെ തന്നെ ഏണിങ്സും കൂടുതലുണ്ട്. അപ്പൊ സാധാരണയിൽ നിന്നും ലാഭമായിരിക്കും എങ്ങനെ നോക്കിയാലും. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ഈ ഓർഡർ എടുത്തിട്ട് മെല്ലെ വീട്ടിൽ പോയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ ഓർഡർ നമുക്ക് കൊണ്ട് കൊടുക്കാൻ കിട്ടിയിരിക്കുന്നത് നമ്മുടെ കാരപ്പറമ്പ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹോമിയോപ്പതി ഹോസ്പിറ്റലിന്റെ ലേഡീസ് ഹോസ്റ്റലിലേക്കാണ്. നമ്മളങ്ങനെ ഹോമിയോ കോളേജിന്റെ വുമൻസ് ഹോസ്റ്റലിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വി റീച്ച്ഡ് ഷിബ ഫാത്തിമ. വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഞാൻ കാണുന്ന എന്താണെന്നറിയോ സുഹൃത്തുക്കളെ? ദേ നോക്കിയ നല്ല ചിക്കൻ പൊരിച്ചതും അതുപോലെ തന്നെ നല്ല ചപ്പാത്തിയും നല്ല ചോറ്റും പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ ആഗ്രഹിച്ച എന്താ പറയുക ഇന്ത്യ. നമ്മൾ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ഇതേപോലെ തന്നെ പ്രോട്ടീനായിട്ടുള്ള ഹെൽത്തി ഫുഡൊന്നും ഞാൻ പറയുന്നില്ല, ഈ പറഞ്ഞ പോലെ എണ്ണയെ പൊരിച്ച സാധനമാണല്ലോ ഇത്. സോ ഇങ്ങനെ എടുത്തിട്ട് ഇതിനകത്തൊരു എന്തെങ്കിലും ഒരു തിക്കായിട്ടുള്ളൊരു ഗ്രേവിയും കൂടെ ഉണ്ടെങ്കിൽ പൊളിയായിരുന്നു തന്നെ. വാ, ഓക്കെ, നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ പറഞ്ഞു. 17 ഓർഡറാണ് കംപ്ലീറ്റ് ചെയ്തത്. 1440 രൂപയാണ് നമ്മുടെ ഏണിങ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ 110-112 കിലോമീറ്ററാണ് നമ്മൾ ഓടിയത്. സോ അതിന് നമുക്ക് മൊത്തത്തിൽ ഒരു 200 രൂപയുടെ പെട്രോൾ ആവശ്യമായിട്ട് വരും. പിന്നെ ഇന്ന് പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത്. സോ 80 രൂപയാണ് ഇന്ന് ചോറിന്. ഞാനിന്ന് മെസ് ഹൗസും കാര്യങ്ങളൊന്നും തുറക്കാത്തത് കൊണ്ട് കോഴിക്കോട് കാരപ്പറമ്പ് സ്ഥിതി ചെയ്യുന്ന മലബാർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ്. അവിടെ സാധാരണ 70 രൂപയായിരുന്നു. ഇപ്പോൾ അവർ പുതിയ ഹോട്ടലൊക്കെ സെറ്റപ്പൊക്കെ മാറ്റി കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത സമയത്ത് ചോറിന് ഒരു വില കൂട്ടി 80 രൂപയാക്കി. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ നമുക്കൊരു 300 രൂപ എക്സ്പെൻസ് ആയിട്ട് റൗണ്ട് ഫിഗർ ആയിട്ട് പിടിക്കാം. ബാക്കി 1440 നിന്നും 300 രൂപ കുറച്ചിട്ടുണ്ടെങ്കിൽ 1140 രൂപ നമുക്കിന്ന് പ്രോഫിറ്റാണ് സുഹൃത്തുക്കളെ. ഈ ഫ്ലാറ്റ് പേ ഇത്ര കാലം എങ്ങനെ ഉണ്ടാവും, എത്ര കാലം ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഉള്ളിടത്തോളം കാലം നമ്മൾ മാക്സിമം മുതലാക്കുക. മാക്സിമം ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കാം. അപ്പോൾ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.